അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? ഈ വാഹനം അവിടെ ഇരിക്കുന്നു, ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസ്. ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു ഓലപ്പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ കിച്ചു പറഞ്ഞതാ. അച്ചു മുമ്പ് രേണുസുതിയായിട്ട് പ്രശ്നം നടന്ന സമയത്ത് ഓരോ ചാനലിനെയും വിളിച്ച് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്ന ഒരു ഫാദർ ഉണ്ടായിരുന്നു. അതേ ട്രാക്കിലൂടെയാണ് ഇപ്പൊ വീണ്ടും ഫാദർ പൊക്കോണ്ടിരിക്കുന്നത്. ഓരോ ചാനലിനെയും വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അടുത്ത ബിഗ് ബോസിലോട്ട് കയറാനുള്ള പ്ലാൻ വല്ലതുമാണോ? അല്ല, അച്ഛന്റെ ഇന്റർവ്യൂ കൊടുക്കലും സംസാരമൊക്കെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. മെയിൻ ആയിട്ട് ചില ക്വസ്റ്റ്യനുകൾ വ്യൂവേഴ്സിന് അറിയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പിന്നെ രേണുസുതിയുടെ കുറച്ച് ഇന്റർവ്യൂവിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഫാദർ സപ്പോർട്ട് ചെയ്ത ഇന്റർവ്യൂ ഫാദർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില ഒരു ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫാദറിന്റെ സൈഡിൽ നിന്ന് ഫാദർ എന്തൊക്കെ പറയാനുണ്ടോ അത് ഓപ്പൺ ആയിട്ട് വീഡിയോയിലൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ജനങ്ങൾക്ക് അതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? വ്യക്തമായിട്ട് ഉത്തരം പറയണം ഫാദർ. കാരണം ഈ ചോദ്യം എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ ആദ്യം രേണുസുതിനെ വന്നിട്ട് കുറെ കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ രേണുസുതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കിച്ചുനെ കുറെ കുറ്റം പറയുന്നു. എന്തിനാണ് ഇരട്ടത്താപ്പ്? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതായത് കഴിഞ്ഞ 10 മാസം മുന്നേ രേണുസുതിനെ പറ്റി ഫാദർ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറി. അതിനുള്ളൊരു റീസൺ എന്തുവാണ്? രേണുസുതിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണുസുതിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമായി, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണുസുതിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കാനിടയായി. ഓക്കെ, ഞാനും രേണുസുതിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളിയുടെ അനുഭവങ്ങൾ പലതും വന്ന സമയത്ത് നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. അതുകൊണ്ടായിരിക്കും ആ വസ്തു വരെ തിരിച്ചു മേടിക്കണം എന്നുള്ള രീതിയിൽ അച്ഛൻ പോയതല്ലേ. ഇനി അതും യൂട്യൂബേഴ്സിന്റെ തലയിലിടൂ. യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്ഥലം തിരിച്ചു മേടിക്കാൻ പോയതെന്ന്. മുമ്പ് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, രേണുസുതിനെ കുറിച്ച് ആരേലൊക്കെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്താൽ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ താഴെ പോയിട്ട് അച്ഛൻ കമന്റ് ഇടും. എന്റെ വീഡിയോയുടെ താഴെ അച്ഛൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പം ഇരട്ടത്താപ്പ് കാണിച്ചിട്ട് നേരെ രേണുസുതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. രേണുസുതിയും കിച്ചും തമ്മിലുള്ള പ്രശ്നത്തില് അച്ഛന് വന്ന് ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും സപ്പോർട്ട് ചെയ്തു, കുറെ നെഗറ്റീവ് കിട്ടി, എനിക്ക് കിടന്നങ്ങ് ഉരുളുക. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഫുള്ള് നെഗറ്റീവ് ആയപ്പോ വെളുപ്പിക്കാൻ വേണ്ടിട്ട് വന്ന് കിടന്നങ്ങ് ഉരുളുന്നു. ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണുസുതി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ രേണുസുതിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർ ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോ അച്ഛന് ദേഷ്യം, പുച്ഛം എന്തൊക്കെയാണ് ആ മുഖത്ത് വരുന്നത്. ഒരു സമയത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ മൊത്തം ഇരുന്ന് വിളിക്കുമായിരുന്നു. എന്നിട്ട് രേണുസുതി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക, ആ വീഡിയോ ഷെയർ ചെയ്യുക. ഇതൊന്നും അച്ഛന് ഓർമ്മയില്ലാന്ന് തോന്നുന്നു. ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ. രേണുസുതി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണുസുതി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എന്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്റെ ലോകരാജ്യങ്ങളുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉള്ളതാണ്. അപ്പോൾ രേണുസുതിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണുസുതിയുടെ പിതാവും മാതാവും സഹോദരിയും രേണുസുതിയും എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. മാപ്പപേക്ഷിച്ച ശേഷം രേണുസുതിയും കുടുംബവും പ്രാർത്ഥനയ്ക്കായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ബിഷപ്പിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ബിഷപ്പിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ ഈ ദയനീയമായ ഈ രോഗാതുരമായിട്ടുള്ള ഈ വേദനയുടെ സന്ദർഭത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് മനസ്സലിയുകയും അവരുടെ വീട്ടിലേക്ക് പോവുകയും പല സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ പോയി പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യമായ കാര്യം സംഭവിച്ചിരിക്കുന്നത്. രേണുസുദീനെ കാണാനായിട്ട് അച്ഛൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കുമ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫ്രീ ടൈം ഉള്ള സമയത്ത് അവർ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളിൽ സംബന്ധിക്കും, പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കും. അങ്ങനെ പോകുമ്പോൾ രേണുസുധിയുടെ രോഗവിവരങ്ങൾ അറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. രോഗം വന്നു പൊറുക്കുന്നതും ക്ഷമിക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാ, കുറ്റം പറയുന്നില്ല. പക്ഷേ പൊറുക്കാനും ക്ഷമിക്കാനും പോയി കഴിഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്ന കിച്ചനെ വലിച്ച് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും ഇട്ടു കൊടുക്കാൻ നിൽക്കുന്നത് എവിടത്തെ ന്യായവാച്ചോ? അതെങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും? അതിപ്പം രണ്ടാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് കമന്റ് ബോക്സിലാക്കുക അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലാക്കുക ആൾക്കാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ രണ്ട് പിള്ളേരെ കുറെ സപ്പോർട്ട് ചെയ്തു, പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് കംപ്ലീറ്റ്, അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് പോയേക്കുന്നത് രേണുസുധിയുടെ സൈഡിലോട്ടാണ്. കിച്ചിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെറ്റൻ പോലെയാണ് ആൾക്കാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചിനെ ത്രെറ്റൻ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ ഒരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക ഒരു മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എന്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആ ശ്രീകണ്ഠൻ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണം. അങ്ങനെ കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള സന്തോഷത്തോടു കൂടെ എഴുതി കൊടുത്ത അത് അവിടെ തീർന്നു. അതിനെ ആ വഴിക്ക് വിടുക, അല്ലാണ്ട് ആ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആ വീട്ടിലുള്ള ആൾക്കാർ ഏതൊക്കെ കേസ് പെട്ടേക്കുന്നു, ആ വീട്ടിലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാണിക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് അവിടെ ഇന്റർവ്യൂ കൊടുത്ത് ഇവിടെ ഇന്റർവ്യൂ കൊടുത്ത് ഇതിന്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി വീണ്ടും ഓരോരുത്തരെ വലിച്ചിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ഥലം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയാണെങ്കിൽ കിച്ചു, എനിക്ക് ആ സ്ഥലത്തില് ഒരു അവകാശവും വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നത് നന്നായിരിക്കും. സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനൊക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചോണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറയും. ആ സമയത്ത് രേണുസുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മളൊരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മളെന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. ഒരു ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് 2 കൂട്ടർക്കും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് 2 കൂട്ടരും അത് പറയാതെ 2 കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ഇപ്പൊ കിച്ചു ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാ. ഇതൊന്നും കണ്ടിട്ട് ഇവർക്ക് ആർക്കും പിടിക്കുന്നില്ല തോന്നുന്നു. ചുമ്മാ ആ ചെറുക്കനെ ചൊറിഞ്ഞ് എപ്പോഴോ കഴിഞ്ഞ 2024 കഴിഞ്ഞ കാര്യമാണ് ഇങ്ങേരി വലിച്ച് പുറത്തിടുന്നത്. എന്തിന്റെ പേരിൽ, എന്തിന്റെ അടിസ്ഥാനത്തില്? പറയുന്ന കേട്ടാത്തൊന്നും ഇതൊന്നും ആർക്കും അറിയാത്തയാണ്. ഇത് അവൻ തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യമാ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്.
പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. ഈ സാഹചര്യം ഉണ്ടാക്കിയത് ആരാ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തും പോലെ സംസാരിച്ചത്? ഞങ്ങളാണോ? അച്ഛൻ തന്നെയാണ് ഇന്റർവ്യൂ കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തും പോലെ സംസാരിച്ചത്. അതിനുശേഷമാണ് ആൾക്കാർ ഇതെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. എല്ലാത്തിനും സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ റിയാക്ട് ചെയ്ത ആൾക്കാർക്കാണ് പ്രശ്നം. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിൽ ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർ കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവർ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാൽ പോലീസ് പിടിച്ചിരിക്കും. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി എടുത്തോണ്ട് പോകാൻ ഉത്തരവാദിത്തം അവനുള്ളതാണ്. കേസ് തരാതെ ആ വണ്ടി കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം, ആ വണ്ടിയിൽ നിന്ന് വല്ല ലഹരി വസ്തുക്കളോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലും വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. ഈ 2 കാര്യങ്ങളെ ഉള്ളൂ. ഇതിനെയാണ് ഇങ്ങനെ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്നത്. അത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു. ഇവരവിടെ ചെല്ലുന്നു. ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതി ഫൈൻ കെട്ടി വെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടില്ല. എന്തുകൊണ്ട്? എന്തിനാ ബാക്കി പറയാതിരിക്കുന്നേ? ബാക്കിയും കൂടെ അങ്ങോട്ട് പറ. ഇതിപ്പം ഒരുമാതിരി ഭീഷണിയാണ്. ഇനിയും എന്റെ കൈ ഇരിപ്പണ്ടേ, ഞാൻ ഇനിയും കളിച്ചെല്ലാം പുറത്തു വിടുവേ. ബഹുമാനം എന്ന് പറയുന്ന ഒരു സാധനം ആ ഫസ്റ്റ് ഇന്റർവ്യൂ വരുന്നത് വരെ എനിക്ക് ഈ മനുഷ്യനോട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. കാരണം എന്താണെന്നറിയാം, ഓന്ത് മാറുമല്ലോ ഇതുപോലെ. അങ്ങനെയാണ് സ്വഭാവം മാറുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഇന്റർവ്യൂല് കിടന്ന് അങ്ങ് ഉരുളുവാണ്. വേറൊന്നുമല്ല, വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉരുളുക. ആ ഇന്റർവ്യൂ വന്നപ്പോ മൊത്തത്തിൽ നെഗറ്റീവായി. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്തിട്ട് അലക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഒരു ഇന്റർവ്യൂ വിളിച്ചിട്ട് അങ്ങ് വെളുപ്പിക്കാൻ നോക്കാം. പക്ഷെ വീണ്ടും അലക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നല്ലാണ്ട് വെളുക്കുന്നില്ല. ശരി, എന്നാ ഞാൻ ഇതോടെ വെച്ച് നിർത്തുക. എടാ എനിക്ക് മടി പിടിക്കുന്നിടേ, അതുകൊണ്ടാ. ഇതൊരുമാതിരി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മൊത്തം കിച്ചുവിനെ തലയെ വെച്ചോണ്ട് നടക്കുന്നു, എടുത്തോണ്ട് നടക്കുന്നു, അങ്ങനെ ഇങ്ങനെ പറയണേ, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറൊന്നുമില്ല. ഞാൻ പറയില്ലേ, വലിയ ബോംബ് എന്തോ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി പിടിച്ച കേസ് ഓലപ്പടക്കം വന്നിട്ടാണ് പൊട്ടിച്ചത്. ഇനിയിപ്പം വയ്യ, അതുകൊണ്ടാ. ശരി എന്നാ.